ഗൈസ് ഇന്റർനാഷണൽ ബ്രേക്ക് ഒക്കെ ആയവർ എല്ലാവർക്കും അറിയാലോ. അതായത് ഇന്ത്യയുടെ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങൾ വരാനിരിക്കുന്നു. 2 മത്സരങ്ങൾ അഫ്ഗാനിസ്ഥാനെതിരെയാണ് കളിക്കാൻ പോകുന്നത് വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സിൽ. ആദ്യ അവേ മത്സരമാണ്, പിന്നെയാണ് ഹോം മത്സരം കളിക്കാനായിട്ട് പോകുന്നത്. അപ്പം നോർ ഒപ്പോണൻസിൽ നമ്മൾ ഇന്ന് അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്ന ടീമിനെ പറ്റി, ഇന്ത്യയുടെ ഒപ്പോണൻസിനെ പറ്റിയാണ് സംസാരിക്കാനായിട്ട് പോകുന്നത്. അഫ്ഗാനിസ്ഥാനെ പറ്റി പറയുമ്പോൾ നിലവിൽ ഫിഫ റാങ്കിങ്ങിൽ 158ാം സ്ഥാനത്തുള്ള ഒരു രാജ്യമാണ്. മുമ്പ് സാഫിലുണ്ടായിരുന്ന രാജ്യമായിരുന്നു. ആ സമയത്ത് ഇന്ത്യയുടെ ഏറ്റവും വലിയൊരു റൈവൽസ് ആയിട്ടും അല്ലെങ്കിൽ സാഫ് കപ്പിനൊക്കെ ആണെങ്കിൽ നോക്കുമ്പോഴും ഏറ്റവും ഇന്ത്യക്ക് ഒരു കോമ്പറ്റീഷൻ കൊടുത്തിരുന്ന ടീമും ഒക്കെ ആയിരുന്നു അഫ്ഗാനിസ്ഥാൻ എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. പിന്നീടാണ് അവർ കാഫയിലേക്ക് മൂവ് ചെയ്യുന്നത്. അതായത് സെൻട്രൽ ഏഷ്യൻ ഫെഡറേഷനാണ്. അവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇറാൻ അല്ലെങ്കിൽ തജിക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, തുർക്കമെനിസ്ഥാൻ അങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള കുറേ രാജ്യങ്ങളൊക്കെ ഉള്ള ഒരു മേഖലയാണത്. ബേസിക്കലി അഫ്ഗാനിന്റെ കുറേ മെയിൻ പ്ലേയേഴ്സ് ഒക്കെ ഈ വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സിന്റെ ആദ്യത്തെ റൗണ്ടിൽ, അതായത് ഖത്തറിനെതിരെയും കുവൈറ്റിനെതിരെയും കളിക്കുന്ന സമയത്ത് അവരെന്തൊക്കെയോ പ്രൊട്ടസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ കുറച്ച് മാറ്റങ്ങളൊക്കെ ഒന്ന് ചില പ്ലേയേഴ്സൊക്കെ തിരിച്ചെത്തുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. എങ്കിലും കംപ്ലീറ്റ് ആയിട്ട് വന്നിട്ടില്ല എന്നുള്ളൊരു സാഹചര്യമാണുള്ളത്. ഏതായാലും അവരുടെ മുഖ്യ പരിശീലകന്റെ സ്ഥാനത്ത് ഉള്ളത് ആഷ്ലി വെസ്റ്റ്വുഡ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് പരിശീലകനാണ്. ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർക്ക് സുപരിചിതനാണ്. കാരണം ബംഗളൂരു എഫ്സിയുടെ തുടക്ക സമയത്ത് അവരെ പരിശീലനമായിട്ടുണ്ടായിരുന്ന ആളാണ്. അവരെ ഐ ലീഗ് വിൻ ചെയ്യുന്നതിൽ സഹായിച്ചിട്ടുണ്ട്. ബംഗളൂരു എഫ്സിയുടെ ഒരു തുടർച്ചയിൽ ഒരു സക്സസ് ഒക്കെ കണ്ടെത്താൻ സാധിച്ചിട്ടുള്ള ഒരു പരിശീലകനാണ് എന്നുള്ളത് അറിയാം. പിന്നീട് അദ്ദേഹം ഇന്ത്യയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ATKയിൽ ഒരു വ്യത്യസ്ത റോളുകൾ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇന്ററിം കോച്ചായിട്ടും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. അതുപോലെ പഞ്ചാബ് എഫ്സിയുടെ കോച്ചുമായിട്ടും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ബേസിക്കലി നോക്കുകയാണെങ്കിൽ ഒരു നല്ല കോച്ച് എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്നൊരു ആൾ തന്നെയാണ് ആഷ്ലി വെസ്റ്റ്വുഡ്. ഏതായാലും അഫ്ഗാനിസ്ഥാൻ്റെ ഒരു കോമ്പറ്റേറ്റീവ് റെക്കോർഡ് നോക്കുന്ന സമയത്ത് ഇതേവരെ വേൾഡ് കപ്പിലേക്ക് യോഗ്യത നേടിയിട്ടില്ല. AFC ഏഷ്യൻ കപ്പിൽ യോഗ്യത നേടിയിട്ടില്ല. ആകെയുള്ള നേട്ടം എന്ന് പറയാൻ പറ്റുന്നത് 2013 ഒരു സാഫ് കപ്പ് സ്വന്തമാക്കുന്നതാണ്. അന്ന് ഇന്ത്യയെ പരാജയപ്പെടുത്തിയിട്ടാണ് അവർ സാഫ് കപ്പ് സ്വന്തമാക്കുന്നത്. ലേറ്റസ്റ്റ് ഫിക്ചേഴ്സ് അല്ലെങ്കിൽ ലേറ്റസ്റ്റ് റിസൾട്ട്സ് ഒക്കെ നോക്കുന്ന ഒരു സമയത്ത് അഫ്ഗാനിസ്ഥാൻ കുവൈറ്റിനെതിരെ 4-0 എന്ന് പറയുന്ന പരാജയം വേൾഡ് കപ്പ് ക്വാളിഫയറിലെ മത്സരമാണ്. അതുപോലെ ഖത്തറിനെതിരെ 8-1 എന്ന് പറയുന്ന സ്കോറിൽ പരാജയപ്പെട്ടു. ഇത് രണ്ടും കഴിഞ്ഞ വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സിലെ ആദ്യത്തെ 2 മത്സരങ്ങളാണ്. അതും അവരുടെ ഞാൻ നേരത്തെ പറഞ്ഞ മെയിൻ പ്ലേയേഴ്സ് ഇല്ലാത്തൊരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സിൻ്റെ ഒരു പ്ലേ ഓഫ് മത്സരം മംഗോളിയക്കെതിരെയായിരുന്നു. ആ ഒരു മത്സരത്തിൽ 1-0 എന്ന് പറയുന്ന 2 വിജയങ്ങൾ, അങ്ങനെ 2-0 അഗ്രിഗേറ്റിലാണ് അവർ മുന്നോട്ട് പോകുന്നത്. എന്നാൽ അതിന് മുമ്പ് കളിച്ച ചില ഫ്രണ്ട്ലീസ് ഉണ്ട്. ഫിലിപ്പൈൻസിനെതിരെ 2-1 പരാജയപ്പെടുകയായിരുന്നു. അതുപോലെ ബംഗ്ലാദേശിനെതിരെ 2 മത്സരം കളിച്ച് 1-1 ഡ്രോയും 0-0 ഡ്രോയും ആണ്. അങ്ങനെ സമീപകാലത്ത് നോക്കിക്കഴിഞ്ഞാൽ ആകെ മംഗോളിയക്കെതിരെ ആ 2 വിജയങ്ങൾ മാത്രമാണ് ആകെ പറയാനായിട്ടുള്ളത് എന്നുള്ളതാണ്. അത്ര നല്ലൊരു റെക്കോർഡ്സ് ഒന്നും അല്ല. പിന്നെ ഈ പറഞ്ഞതുപോലെ വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ കുവൈറ്റിനെതിരെയും അല്ലെങ്കിൽ ഖത്തറിനെതിരെയൊക്കെ കളിച്ചത് അവരുടെ കുറേ മെയിൻ സ്ക്വാഡ്സ് പ്ലേയേഴ്സ് ഇല്ലാത്തൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴും ആ ഒരു പ്രശ്നം അവർക്ക് നേരിടുന്നുണ്ട്. കുറച്ച് പ്ലേയേഴ്സൊക്കെ തിരിച്ചു വന്നെങ്കിൽ കൂടി. ഇനി ഇന്ത്യയും അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള ഒരു ഹെഡ് ടു ഹെഡ് റെക്കോർഡ് പരിശോധിക്കുന്ന സമയത്ത് 11 മത്സരങ്ങളാണ് ചരിത്രത്തിൽ ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിൽ കളിച്ചിട്ടുള്ളത്. അതിൽ 7 മത്സരം ഇന്ത്യയാണ് വിജയിച്ചിട്ടുള്ളത്. 3 മത്സരം സമനിലയായി. ആകെ 1 മത്സരം മാത്രമാണ് അഫ്ഗാൻ വിജയിച്ചത്. അത് 2013 സാഫ് ഫൈനലാണ് എന്നുള്ളതാണ്. ഇപ്പം സമീപകാലത്ത് കളിച്ചത് ഇപ്പോൾ ഈഗോർസ്റ്റി മാച്ചിൻ്റെ അണ്ടറിൽ തന്നെ ഉണ്ടായിരുന്ന സമയത്ത് 3 മാച്ച് കളിച്ചു. അതിൽ 2 ഡ്രോയും 1 വിജയമാണ്. ഏറ്റവും ഒടുവിൽ കളിച്ച മത്സരം നമ്മുടെ ഏഷ്യൻ കപ്പിൻ്റെ യോഗ്യതാ മത്സരമായിരുന്നു. അതിൽ നിർണായക മത്സരമാണെന്ന് നമുക്കറിയാം. 2-1 ഇന്ത്യ വിജയിച്ചത്. അത് സഹലിൻ്റെ ഒരു അവസാന മിനിറ്റിലെ ഒരു ഗോളിലൊക്കെയാണ് ഇന്ത്യക്ക് വിജയിക്കാൻ സാധിച്ചത്. ഇനി ഇവരുടെ ഒരു കീ പ്ലേയേഴ്സിലേക്ക് വരുന്ന സമയത്ത് സോഹിം ഇസ്ലാം അമീറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലെയർ, അവരുടെ ഒരു ലെജൻഡറി സ്റ്റാറ്റസ് ഉള്ള പ്ലെയറാണ്. 34 വയസ്സുകാരനായിട്ടുള്ള താരം, ഒരു സെൻറ്റർ ബാക്ക് ആണ്. ഇന്ത്യയിൽ കളിച്ച എക്സ്പീരിയൻസ് ഉണ്ട്. പ്രത്യേകിച്ച് ISL FC ഗോവയ്ക്കായി കളിച്ചിട്ടുണ്ട്. വിവിധ ഐ ലീഗ് ക്ലബ്ബുകൾ കളിച്ചിട്ടുണ്ട്. ഗോകുലം, കേരളം, റിയൽ കാശ്മീരും ഒക്കെ അടക്കം അദ്ദേഹം കളിച്ചിട്ടുണ്ട്. ഇന്ത്യക്കെതിരെ കളിക്കുമ്പോൾ എപ്പോഴും നന്നായിട്ട് കളിക്കുന്ന പ്ലെയറാണ്. ഇന്ത്യൻ അറ്റാക്കേഴ്സിനെതിരെ നന്നായിട്ട് ഡിഫെൻഡ് ഒക്കെ ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉള്ളൊരു പ്ലെയറാണ്. അതുപോലെ തന്നെയുള്ളൊരു പ്ലെയറാണ് ഷെരീഫ് മുഹമ്മദ് എന്ന് പറയുന്നിട്ടുള്ള പ്ലെയർ. അദ്ദേഹം ഡിഫൻസീവ് മിഡ്ഫീൽഡറായിട്ടും ഡിഫൻഡറായിട്ടും കളിക്കാൻ കേപ്പബിലിറ്റി ഉള്ള പ്ലെയറാണ്. ഗോകുലം കേരള FC 2 തവണ ചാമ്പ്യൻസ് ആയിട്ടുള്ള സമയത്ത് അവിടെ ഒരു കീ പ്ലെയർ ആയിരുന്നു. ഇന്ത്യക്കെതിരെ കഴിഞ്ഞൊക്കെ മത്സരത്തിൽ കളിച്ചിട്ടുണ്ട്. അന്ന് നന്നായിട്ട് പെർഫോം കൂടി ചെയ്തിട്ടുള്ള ഒരു താരമാണ് എന്നുള്ളതും എടുത്ത് പറയേണ്ട ഒരു ഫാക്ടറാണ്. ഇനി നോക്കുകയാണെങ്കിൽ ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട്. ഈ പറഞ്ഞതുപോലെ 23 അംഗ സ്കോഡിലാണ്ട് 19 പ്ലേയേഴ്സും ഒറിജിനൽ പ്ലേയേഴ്സാണ്. സോ ഇവരൊക്കെ എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ളത് നോക്കി ഇരിക്കേണ്ടതാണ്. ഞാൻ ഏറ്റവും പ്രധാനമായിട്ടും നോക്കി വെച്ചിരുന്ന ഒരു പ്ലെയറാണ് അമീൻ ഹിസാദ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലെയർ. വാറ്റ്ഫോർഡിൻ്റെ അണ്ടർ 18 കളിക്കുന്ന പ്ലെയറാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു അതേമാതിരി സ്ക്വാഡിൽ ഇല്ലാന്ന് തോന്നുന്നു. ഏതായാലും നമുക്കിനിയിപ്പോൾ മാച്ച് പ്രിവ്യൂ ഒക്കെ പറയുന്ന സമയത്ത് കുറച്ചും കൂടി കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യും. ഇതാണ് നോർ ഒപ്പോണൻസിൽ അഫ്ഗാനിസ്ഥാനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് ഉറപ്പായിട്ടും കമ്പോസ് കാണിക്കാണ്. സനിയ.